CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയും സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റവും ഇഴകേറി പരിശോധിക്കാനാണ് തീരുമാനം. ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കും. കഴിഞ്ഞ 2 ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചിരുന്നു. കെ രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിയെയും യോഗത്തിൽ തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാ തലത്തിൽ തിരുത്തൽ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് CPIM. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് വിശദമായി സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിച്ചു. സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒപ്പം BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതും ഗൗരവമായി കാണുന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും BJPക്ക് ചോർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം യോഗത്തിൽ ഇഴകേറി പരിശോധിക്കും. ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കും. 3 ദിവസം നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വൻതോതിൽ വോട്ട് ചോർന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതിലും സമിതി തീരുമാനമെടുക്കും. ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.